കൊച്ചിയിലെ ട്രാഫിക് എല്ലാ കാലത്തും എല്ലാവർക്കുള്ള പരാതിയാണ്. കൊച്ചിയിലെ കൗൺസിലർ കൂടി ആയതുകൊണ്ട് നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുക പോലീസുകാരോട് റോഡിലിറങ്ങി ട്രാഫിക് നിയന്ത്രിക്കണം, ഇല്ലാതെ ഇവിടുത്തെ ട്രാഫിക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇടപ്പള്ളി ഒന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ 2 മണിക്കൂറാണ് ആ ട്രാഫിക്കിൽ നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ കോടതി പറഞ്ഞത് പോലീസുകാർ റോഡിലിറങ്ങണമെന്ന്. അപ്പോൾ പോലീസുകാർ റോഡിലിറങ്ങാത്തത് കൊണ്ടാണ് ബ്ലോക്ക്, അതോ നമ്മുടെ ഈ വാഹനപ്പെരുപ്പവും സ്ഥലപരിമിതിയുമാണോ? പോലീസുകാർ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇറങ്ങുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിലൊരു മൊബൈലും ഉണ്ട്. ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവരുണ്ട്, റോഡിലുണ്ട്. ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല. പക്ഷെ പലരുടെയും കയ്യിൽ ഞാൻ നോക്കുമ്പോൾ അവരവരുടേതായ ലോകത്തിൽ ദേ ആർ ഓൾസോ ടയേർഡ്. ഞാനൊരു തവണ CI സാറോട് സംസാരിക്കുമ്പോൾ 300 വേക്കൻസിയൊക്കെ ഉണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. 50 പേര് പോലും അവിടെ ഉണ്ടാവില്ല. കാരണം VIP ഡ്യൂട്ടി, പല സ്ഥലത്തേക്കും ട്രാൻസ്ഫർ, അങ്ങനെ ഇങ്ങനെ പോസ്റ്റുകൾ ഫില്ലാകുന്നില്ല. ഈ 50 പേരെ വെച്ച് എന്ത്? ഇപ്പം ഞാനൊരു മിനിസ്റ്ററുടെ പരിപാടിയിൽ നിന്നാണ് വരുന്നത്. ഈ കൊച്ചു കേരളത്തിൽ മിനിസ്റ്ററിനെ ആരെന്ത് ചെയ്യാനാണ്? അവിടെ കാത്തുകെട്ടി നിൽക്കുകയാണ്. മിനിസ്റ്റർ വന്ന് പോകുന്നവരെ അവരവിടെ നിൽക്കണം. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ പോലും ഇതിങ്ങനെ ഒരു കോടതിക്കെതിരെയുള്ള ഇത് പ്രസ്താവമല്ല, പോലീസ് ഇല്ല എന്നുള്ളതാണിത്. വാർഡൻ എന്നും പറഞ്ഞിട്ട് ഇപ്പം സ്ഥാപനങ്ങളുടെ മുമ്പിലും യൂണിഫോം ഇട്ട് നിൽക്കുന്നവരെ ദിവസക്കൂലിക്ക് ആ സ്ഥാപനം പോലീസിൻ്റെ സഹകരണത്തോടെ വെച്ചിരിക്കുകയാണ്. ദിവസക്കൂലിക്ക് വെച്ചിരിക്കുകയാണ് 800 രൂപ. അങ്ങനെയാണ് എന്നോട് പോലീസ് ഓഫീസർ പറഞ്ഞത്. ഇപ്പോൾ പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീട്ടിലും 2-3 കാറ് മിനിമം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആഡംബര ബൈക്കുകൾ. നമുക്ക് ഒരു റോഡ് സെൻസ് ഇല്ല. വിദേശ രാജ്യങ്ങളിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കാറുകൾക്കൊന്നും ഹോണില്ലേ നമുക്ക് തോന്നിപ്പോവും. ഒരു ഹോണടിച്ചാൽ നമ്മൾ മോശം ഡ്രൈവറാണെന്ന് അവിടെ വരുന്നത്. അതിന് പകരം അതിന് പകരം ഇവിടെ ബസ്സുകാർ പിപ്പിരി പിപ്പിരി പിപ്പി പീ 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 എന്നും പറഞ്ഞ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഞാനൊക്കെ കാർ ഓടിക്കാൻ തുടങ്ങുന്ന ഒരു 35 വർഷം മുമ്പാണ്. അപ്പോൾ ഈ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പുറകിൽ വന്ന് നിന്നിങ്ങനെ സ്കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണടിച്ച് മുമ്പോട്ട് കയറ്റി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പതുക്കിയാക്കും. അപ്പം നമ്മൾ സഡൻ ബ്രേക്ക് ഇടണം, പിന്നെ അങ്ങനെ ഓടിച്ചു പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആണോ? അപ്പം ഞാനിപ്പോൾ ഒരു തവണ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാനിങ്ങനെ വരുമ്പോൾ വെണ്ടുരുത്തി പാലത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ അയാൾ അങ്ങ് ഐലൻഡിൻ്റെ അപ്പുറത്ത് തന്നെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് മുമ്പോട്ട് കയറ്റി നിർത്തും, എന്നെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കും, പിന്നെയും മുമ്പോട്ട് കയറ്റി നിർത്തും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വെണ്ടുരുത്തി പാലത്തിലേക്ക് കയറിയിട്ട് ഞാൻ അങ്ങോട്ട് മുമ്പിൽ കയറ്റി നിർത്തി. ഹോണടി. ഞാനിങ്ങനെ കുറേ സ്റ്റാർട്ട് ചെയ്യണ പോലെ കാണിച്ചിട്ട് ഇറങ്ങി ഒന്ന്, സാറേ ചേട്ടാ ഇത് സ്റ്റാർട്ടാവുന്നില്ല, ചേട്ടൻ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉന്തി ഈ പാലത്തിൻ്റെ അപ്പുറത്തിട്ട്. അപ്പോഴേക്കും അപ്പുറത്തുനിന്നുള്ള വാഹനങ്ങളൊന്നും ഒരു വിധത്തിൽ ഈ ബസ്സിന് കയറി പോകാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാവുന്നു. എനിക്ക് ചേട്ടൻ്റെ ഹോണടി കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു, പാൽപിറ്റേഷൻ വരെ വരുന്നു. ചേട്ടൻ്റെ ആ മുമ്പിൽ ഓവർടേക്കിങ്ങും അതൊക്കെ കണ്ടിട്ട് അപ്പോഴേക്കും ബസ്സിൽ നിന്ന് അയ്യോ ഞങ്ങളുടെ മാഡം ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഹരാസ് ചെയ്യുന്നത് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ട്രെയിൻ പോകും, ഞങ്ങളും വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തെന്നാ കാണിക്കുന്നത്, ലേഡി ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എടുത്ത് കാർ എടുത്തുകൊണ്ട് പോയി. ഇതുപോലുള്ള പരാക്രമമാണ്. നമ്മൾ ഞെട്ടിപ്പോകും. അതെ, ഇപ്പോഴും കൊച്ചിയിൽ അത് തന്നെയാണ് അവസ്ഥ. പ്രൈവറ്റ് ബസ്സുകാർ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ പ്രിവിലേജ് സാമ്രാജ്യം കിട്ടിയെന്ന് പറയും. കാരണം അവർ മുകളിലിരുന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ താഴെ. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളൊക്കെ ഈ ഗേൾസ് ഹൈസ്കൂളൊക്കെ എൻ്റെ ഡിവിഷനിലാണ്. അവിടെയൊക്കെ കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ട് നിർത്തണ കണ്ടാലുണ്ടല്ലോ. ഒരു കുട്ടിയുടെ കൈ ഒടിഞ്ഞ് ഇങ്ങനെ ഇതായിപ്പോയി ഈ കഴിഞ്ഞ ദിവസത്തിൽ. പിന്നെ ഒരു കാര്യം തൊട്ടപ്പോഴേ ഒരിക്കലും ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ നിർത്തൂല. ഒന്നുമില്ലെങ്കിൽ മുമ്പോട്ട് കലൂർ ജംഗ്ഷനിലുള്ള ബസ് ബേ ഉണ്ട്, വിശാലമായ ബസ് ബേ ഉണ്ട്. ആ ബസ് ബേയിൽ നിർത്തുകയില്ല, അവർ നട റോഡിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും. ആ കൊച്ചി മെട്രോയുടെ അടിയിൽ നമ്മളൊന്ന് കാര്യമായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് പരിഹാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒന്നാമത് ഓട്ടോറിക്ഷക്കാരും 2 വീലേഴ്സും അവരുടെ ലൈനിൽ തന്നെ പോകണം. എപ്പോഴും കണ്ടിട്ടുണ്ടോ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ 2 വീലേഴ്സിന്റെ ഇടയിൽ കൂടെ കയറി വരും. അപ്പൊ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വരാൻ പറ്റില്ല. എന്നിട്ട് അവരൊരു ബ്ലോക്ക് ഉണ്ടാക്കി നമ്മൾ 5 മിനിറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു 10-15 മിനിറ്റ് ആക്കും. പിന്നെ ഇടതുവശത്ത് കൂടെ കയറി വന്ന് നമ്മുടെ മുമ്പിൽ കൂടെ തിരിഞ്ഞ് വലതുവശത്ത് കൂടെ പോയി അതിൻ്റെ മുമ്പിൽ കൊടുത്ത് സിക്സാഗ് ആയിട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പേടിയാണ്. അതുപോലെ ഡിവൈഡർ ഉണ്ടെങ്കിൽ റോങ് സൈഡിൽ കൂടെ കയറി വരും. ഇന്നലെയും കൂടെ ഞാൻ ഒരാളോട് എന്തെന്നായി കാണിക്കുന്നത്, നീ ഒന്ന് പോടീന്ന്. റോങ് സൈഡിൽ കൂടെ വരികയാണ്. എന്ത് പറ്റിയാലും 4 വീലറിനാണ് കുറ്റം. അപ്പൊ അതിൽ റോങ് സൈഡിൽ കൂടെ വന്നു എന്നുള്ളത് അവർ ഓർക്കില്ല. 4 വീലറിനാണ് കുറ്റം. നീ ഒന്ന് പോടീന്ന്, എനിക്ക് വേഗം എത്തണമെന്ന്. വേഗം എങ്ങോട്ടേക്ക് എത്താനാ? അങ്ങോട്ടേക്കോ? അപ്പോൾ ഒരു സിവിക് സെൻസും ഇല്ല, ഒരു കാര്യമില്ല. നമ്മളൊരു ലോഗ് ബുക്ക് ആയിട്ട് ഈ ക്യാമറ ഉണ്ടല്ലോ, എല്ലാ മൊബൈലിലും ക്യാമറ ഉണ്ട്. അതിൽ കൂടെ കൃത്യമായിട്ട് പോലീസ് മോണിറ്റർ ചെയ്യട്ടെ, ലൈസൻസ് സസ്പെൻഡ് ചെയ്യട്ടെ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്ക്. അപ്പോൾ ഇവർക്കൊക്കെ ബോധം വരും.
നമ്മുടെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ജംഗ്ഷൻസിൽ ഒന്നായിരുന്നു HMT അല്ല കളമശ്ശേരി ജംഗ്ഷൻ. ഇപ്പൊ എന്താ ചെയ്തത്, എല്ലാം വൺ വേ ആക്കി കളമശ്ശേരിക്ക് തിരിച്ചു വരുന്ന വാഹനം HMT ജംഗ്ഷനിൽ കൂടെ കറങ്ങി വരുന്ന ഒരു പ്രശ്നവുമില്ല. ഒരു മിനിറ്റ് എങ്ങാനും കൂടുതൽ എടുക്കായിരിക്കും. വണ്ടികൾ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഈവൻ നാരോ റോഡുകൾ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഇപ്പൊ ഞാൻ യൂറോപ്യൻ ടൂർ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, വളരെ നാരോ റോഡാണ്, ഒരു ഹോണില്ല. അത് പോകുന്ന സ്പീഡിൽ കറക്റ്റായിട്ട് 2 ലെയിൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വന്ന് അതിൻ്റെ മുമ്പിൽ കൂടെ പോകും. അല്ലാണ്ട് ഇങ്ങനെ കയറി ഒരു സ്ട്രെസ്സും ഇല്ല, സ്ട്രെയിനും ഇല്ല. നമ്മളുടെ വലിയൊരു ബസ്സായിരുന്നു ഓടിച്ചിരുന്ന അദ്ദേഹം 10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ല. കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് ഓടിക്കുന്നത്. ബൈക്കുകൾ വളരെ കുറവാണ് കേട്ടോ, അതും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരിക്കൽ മേയർ പറയുണ്ടായി, റോഡുകളുടെ ഒന്നും വീതി കൂട്ടേണ്ട ആവശ്യമില്ല. ശരി, സമ്മതിച്ചു. ഉള്ള റോഡുകളുടെ കുഴിയടയ്ക്കാമല്ലോ, ശരിയല്ലേ? അതും ഒരു ട്രാഫിക് ബ്ലോക്കിന് കാര്യമാണോ? അതും ആക്സിഡന്റുകൾക്ക് കാര്യമാണോ? റോഡിന്റെ വീതി കൂടണ്ട. ഈ ഫുട്പാത്തിനായിട്ട് തന്നെ മാറ്റി വെക്കാമോ? ഇപ്പൊ ജനങ്ങളൊക്കെ റോഡിലാണ് നടക്കുന്നത്, ബൈക്കുകളാണ് ഫുട്പാത്തിൽ കൂടെ കയറി പോകുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പ്രിയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈക്കുകൾ ഫുട്പാത്തിൽ കൂടെ കയറിപ്പോകും, അല്ലെങ്കിൽ കാറും ബൈക്കുകളും ഒക്കെ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യും, ജനങ്ങളും വണ്ടികളൊക്കെ റോഡിൽ. പിന്നെ എങ്ങനെ അപകടം ഉണ്ടാണ്ടിരിക്കും? ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്, വലിയ അപകടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡിൽ ക്ഷമയില്ലായ്മ. എന്തെങ്കിലും ഒരാളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയി ഉടനെ ചീത്ത വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വർത്താനോ. റോഡിൽ ക്ഷമയില്ല, സംസാരിക്കുന്നവനെ ചീത്ത വിളിച്ചാൽ സംസാരിക്കുന്നത്. തിരക്കിലോ 1 മിനിറ്റ് വൈകിയോണ്ട് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ആ 1 മിനിറ്റിന് കാണിക്കുന്ന ആക്രാന്തം ചിലപ്പോൾ നമ്മളെ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ നേരെ പരലോകത്തേക്കോ എത്തിക്കും. നമ്മൾക്കൊത്തിരി ക്ഷമ വേണം. ഇവിടെയുള്ള ആൾക്കാർ തന്നെ സിംഗപ്പൂരല്ലട്ടെ, ദുബായിൽ ചെല്ലട്ടെ, മര്യാദാരാമന്മാരാണ്. ഒരു കടലാസ് പോലും വലിച്ചിട്ട് ഞാൻ കാണാറുണ്ട്. കാറിലിരുന്ന് കാറിന്റെ ഇത് റോൾ ഡൗൺ ചെയ്തിട്ട് ടെക് ഒരേറാണ് പുറത്തേക്ക്, അല്ലെങ്കിൽ സ്കൂട്ടറിലിരുന്ന് വേസ്റ്റ് എടുത്തുകൊണ്ടുവന്ന് താഴത്തേക്ക് വെക്കാം. നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ വ്യതിചലിച്ചു. ഇപ്പം നമ്മളുടെ പാലാരിവട്ടത്ത് എന്തൊരു ബ്ലോക്കായിരുന്നു. ഈ ശ്രീധരൻ ആ പാലാരിവട്ടം പാലത്തിന് ബലക്ഷയം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ സ്റ്റഡി നടത്തിയത്. നേരെ പോകുന്ന വൈറ്റ്ലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കയറിപ്പോയിട്ട് അതിൻ്റെ താഴെ 2 U-ടേൺ എടുക്കാനുള്ള ഇതുണ്ടാക്കി. അപ്പോൾ അവിടുത്തെ റോഡിലെ ബ്ലോക്ക് മുഴുവൻ മാറി. ലൈറ്റിലാണെങ്കിലും എത്ര നേരം നമ്മൾ നിൽക്കണം. പിന്നെ ലൈറ്റിലാണെങ്കിൽ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമന്ന ലൈറ്റിലാണെങ്കിലും ബസ്സുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പച്ച ലൈറ്റ് ആയിരിക്കും. അവരുടെ ചുമപ്പോകാൻ അവർക്ക് പോകാനേ പറ്റില്ല. പനമ്പള്ളി നഗറിലാണ് ഞാൻ താമസിക്കുന്നത്. എപ്പോഴും വിചാരിക്കും, ഇപ്പൊ പ്രിയൻ ആദ്യം ചോദിച്ച പോലെ ഒരു പോലീസുകാരനെ രാവിലെ അവിടെ വെച്ചൂടെ? കാരണം പനമ്പള്ളി നഗറിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും സഹോദരൻ അയ്യപ്പൻ റോഡിലേക്ക് കയറാൻ പറ്റില്ല. അവിടെ പച്ച ലൈറ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് തിരിയാനുള്ള പച്ച ലൈറ്റ് വരുമ്പോഴും സഹോദരൻ അയ്യപ്പൻ റോഡിൽ നിന്നുള്ള ബസ്സുകൾ പോയിക്കൊണ്ടേയിരിക്കും. അവർ വന്നിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. ഈ ലൈറ്റുകൾ ആർക്ക് വേണ്ടിയാണ് വയ്ക്കുന്നത്? മഞ്ഞ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. റെഡ് എന്ന് പറയുമ്പോൾ നിൽക്കുക, മഞ്ഞ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുക, പച്ച വരുമ്പോൾ പോവുക. അതേപോലെ റിവേഴ്സ്, പച്ചയിൽ നിന്ന് മഞ്ഞയാവുമ്പോൾ നമ്മൾ സ്ലോ ചെയ്താക്കുക, റെഡ് വരുമ്പോൾ നിർത്തുക. പക്ഷെ ഇപ്പം അങ്ങനെയില്ല, റെഡിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ പോക്ക്. ഈ ട്രാഫിക് ബ്ലോക്ക്, സീബ്ര ക്രോസിംഗ് ഉണ്ട് കേട്ടോ, ഇനിയിപ്പോൾ സീബ്രയെ തന്നെ കൊണ്ടുവരേണ്ടി വരും. കഴിഞ്ഞ അവിടെ ഒരു ക്ലബ്ബുകാർ സീബ്രയുടെയൊക്കെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കുട്ടികളെ നിർത്തിയിട്ട് കൊണ്ടുപോകും. അവിടെ നമ്മളിങ്ങനെ നിന്നാൽ മതി, ഒന്നും നടക്കൂല. സീബ്ര ക്രോസിങ്ങിൽ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ അത് ഒന്ന് ഒതുക്കി കൊടുക്കണം, സ്ലോ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒരു ഇതുമില്ല, ഞങ്ങൾ പോകും, നിങ്ങൾ അവിടെ നിന്നോ എന്നുള്ള മട്ടിലാണ് ആദ്യം. ഓരോരുത്തരും വിചാരിക്കും ഞാനൊന്ന് പൊക്കോട്ടെ, ഞാൻ പോയിക്കോട്ടെ. ഇപ്പൊ എല്ലാവരും അതാ ചിന്തിക്കുന്നത്. ബസ്സുകാരെ ഒന്ന് ആദ്യം കൺട്രോൾ ചെയ്യണം. അവരുടെ ഹോണടി ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്, ഹോണടി നിർത്തണം. അവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നിർത്തണം. ആള് കൂടിയിരിക്കുന്ന സ്ഥലമല്ല ബസ് സ്റ്റോപ്പ്, അതിനവിടെ വച്ചിട്ടുണ്ട്. ബസ് സ്റ്റേഷൻ എഴുതി വച്ചിട്ടുണ്ട്, അവിടെ തന്നെ അവരെ നിർത്തണം. അവർക്കുള്ള പഞ്ചിങ് ടൈം കൃത്യമായിട്ട് പരിശോധിക്കണം. പഞ്ചിങ് ടൈമിന് വേണ്ടിയാണ് ഈ ധൃതി പിടിച്ച് പോകുന്നതും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നൊക്കെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 2 വീലേഴ്സും 3 വീലേഴ്സും കാറുകാരും ഒട്ടും ആരും മോശമില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ആരും മോശമില്ല. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെപ്രാളാണ്. ഐ ഡോണ്ട് കെയർ ഫോർ എനിത്തിങ് ഇൻക്ലൂഡിങ് മൈസെൽഫ് എന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ ഒരു ഇത്. അതിനൊക്കെ ഇരയാകുന്നത് പാവം കാൽനട യാത്രക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ റോങ് സൈഡിൽ കൂടെ വരാണ്ടിരിക്കുക. ഡിവൈഡറുള്ള സ്ഥലങ്ങളിൽ എളുപ്പത്തിൽ എത്താലോ എന്ന് വെച്ച് റോങ് സൈഡിൽ കൂടെ 2 വീലേഴ്സും സൈക്ലിസ്റ്റുകളും കയറി വരുന്നത്. ചിലപ്പോൾ കാറുകളും കാണാറുണ്ട് റോങ് സൈഡിൽ കൂടെ. കുറച്ചൊരു ഇങ്ങോട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതെങ്കിലും ഒഴിവാക്കുക.
പോലീസ് തീർച്ചയായിട്ടും പീക്ക് ടൈമിൽ രാവിലെ 9 മണി മുതൽ ഒരു 10 മണി വരെയും വൈകുന്നേരം 4:30 മണി മുതൽ 6 മണി വരെയും റെഗുലറായിട്ട് ട്രാഫിക് പോലീസിൽ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയസിൽ നിന്ന് മോണിറ്റർ ചെയ്യണം. ആ യൂണിഫോമിനൊരു വിലയുണ്ട് എന്തായാലും. അപ്പം നമ്മളെല്ലാം മര്യാദാരാമന്മാരാവും. അപ്പം അതിനർത്ഥം മര്യാദയ്ക്ക് നമുക്ക് ഓടിക്കാൻ അറിയില്ല എന്നല്ലല്ലോ. നമ്മൾക്കൊരു നിയന്ത്രണമുണ്ട്, നമ്മുടെ മേലൊരു കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മര്യാദാരാമന്മാരാ, പാവങ്ങളാണ് അല്ലേ? അയ്യോ സാറേ ഞാൻ വളരെ പാവമാണ്, ഞാൻ 30 കൂടുതൽ പോകുന്നില്ല, മഞ്ഞ ലൈറ്റിൽ നിർത്തിയല്ലോ സാറേ അല്ലേ? അപ്പോൾ പോലീസിനെ ഇറക്കുക, റോഡ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക, നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് വിട്ടുകൊടുക്കുക, ഹോണടി നിർത്തുക. തലവേദനയാണത് അല്ലേ? സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.